Hello everyone, welcome back to our channel Sibling Stories. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായി കൂട്ടാൻ പറ്റിയ നല്ല തൈരും വെണ്ടക്കൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. അതുപോലെ തന്നെ ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായി കൂട്ടാൻ ഭയങ്കര ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോവാം. ഒരു 5-6 പീസ് വെണ്ടക്ക അതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു വെണ്ടക്ക. അത് ഇതുപോലെ ചെറിയ പീസുകളായി കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെണ്ടക്ക വറവാക്കിയാലൊന്നും മക്കളൊന്നും അധികമൊന്നും കഴിക്കില്ലല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതി. ഇനി ഒരു കടായി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 2 മീഡിയം സൈസ് പച്ചമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് ഉഴുന്ന് കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇവിടെ എല്ലാവർക്കും ഈ ചെറിയ ജീരകത്തിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിലും കൂടി കുറച്ചിട്ട് മാത്രം എടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. എരിവ് കുറച്ച് മതിയെന്നുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പച്ചമുളക് മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച വെണ്ടക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നന്നായി വഴറ്റിക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് സവാള കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് വെണ്ടക്ക കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വെണ്ടക്ക ഒരു ഹാഫ് കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ഇതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇതുപോലെ 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത വെണ്ടക്ക കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു റെസിപ്പി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം, ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് കമൻറ്റിൽ എന്തായാലും അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ്.